ഹലോ, അപ്പം നമ്മളെ ചാനലിൽ ഡ്രോയിങ് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് കുറച്ചധികം ഷെയ്ഡിങ് ചെയ്യാനുള്ള ഒരു ഇമേജാണ് ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു ആവി പറക്കുന്ന ചൂട് ചായ വരച്ചാലോ? ഫസ്റ്റ് കപ്പിൻ്റെ മുകൾ ഭാഗം ഒരു ഓവൽ ഷേപ്പിലാണ് വരയ്ക്കുന്നത്. എല്ലാവരും നമ്മളെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു കപ്പിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് ഒട്ടും പ്രഷർ കൊടുക്കാതെ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. അത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുൻപ് വരച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു ബഡ്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ബ്ലാക്ക് കളർ പറ്റി പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്. എന്നിട്ട് നല്ല ഡാർക്ക് വരുന്ന ഭാഗത്ത് 6B അല്ലെങ്കിൽ 10B പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ട് അത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമയമെടുത്ത് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം, എങ്കിൽ നമ്മൾ ചിത്രത്തിന് നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഏതൊക്കെ ഭാഗത്താണ് കൂടുതൽ ബ്ലാക്ക് വരുന്നതെന്ന് നമ്മളെ വീഡിയോന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് തരില്ല എങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണോ വരയ്ക്കുന്നത്, ഞാൻ എന്തൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ കപ്പിൻ്റെ കൈ ഭാഗത്ത് ചിലയിടങ്ങളിൽ അധികം ബ്ലാക്കിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. ഇനി കപ്പിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് വെള്ളം അല്ലെങ്കിൽ ചായയൊക്കെ വരുന്ന ഭാഗത്തിൻ്റെ പകുതി സൈഡ് നന്നായിട്ട് ഡാർക്കായിട്ട് കാണിക്കണം. എറൈസർ വെച്ചിട്ട് ലൈറ്റ് വരുന്ന ഭാഗങ്ങളിൽ ഹൈലൈറ്റ് ചെയ്തെടുക്കുക. മൈന്യൂട്ടായിട്ടുള്ള പോയിൻറ്റുകളിലൊക്കെ ഞാൻ ഇലക്ട്രിക് എറൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതില്ലെങ്കിൽ വൈറ്റ് ജെൽ പെന്നോ അല്ലെങ്കിൽ വൈറ്റ് പെൻസിലോ യൂസ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഷാഡോ വരയ്ക്കാം. കപ്പിൻ്റെ അടുത്ത് വരുന്ന ഭാഗത്ത് നന്നായിട്ട് ഡാർക്ക് ആക്കിയിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളിലേക്ക് ആ ഡാർക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വരച്ച കപ്പിനേക്കാളും കുറച്ച് വലിപ്പം കൂട്ടി വേണം ഷാഡോ വരയ്ക്കാൻ. ഓക്കെ, ഇനി ആവി പറക്കുന്ന പോലെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചില ഭാഗങ്ങളിൽ നല്ല ഡാർക്കും ചില ഭാഗത്ത് ലൈറ്റ് ഷെയ്ഡിങ്ങും കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു എറൈസർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളിൽ പല ഷേപ്പുകളിലായിട്ട് നമുക്കത് മായ്ച്ചു കൊടുക്കാം. ചില ഏരിയകളിൽ ഡാർക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് കൊടുക്കുക. കാരണം നമ്മൾ എറൈസ് ചെയ്തിട്ടുള്ള ഏരിയ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഡ്രോയിങ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക. കുറച്ച് സ്ലോ ആക്കിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒരുപാട് സ്ലോ ആക്കി ചെയ്താൽ വീഡിയോ ലെങ്ത്ത് കൂടും. ലെങ്ത്ത് കൂടുമ്പോൾ ആരും നമ്മളെ വീഡിയോ കാണാനായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലത്തെ കുറച്ച് ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡ്രോയിങ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഡ്രോയിങ് ട്യൂട്ടോറിയൽസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.